ഹായ് മഗൾസ്, എടാ നിങ്ങൾ ഏത് ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ട്യൂഷന് പോകുന്നൊരുത്തനാണെന്നുണ്ടെങ്കിലും പോവാത്തൊരുത്തനാണെന്നുണ്ടെങ്കിലും ഈ സമയത്ത് പല ആൾക്കാർക്കും ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും. സാറേ 14 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എനിക്ക് ക്രിസ്മസ് എക്സാമിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉള്ളവർ കുറേ ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ കുറേ പ്രൊഡക്റ്റീവ് അല്ലാണ്ടോ സമയം ചെലവഴിക്കാൻ താല്പര്യമില്ല, എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു അവസ്ഥയിലായിരിക്കും മിക്കവാറും ആൾക്കാർ. നമ്മൾ കേരളത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ നമ്മളെ സ്റ്റുഡൻസിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന പ്രശ്നങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നെങ്കിൽ അവർ പറയും സാർ പഠിക്കാൻ തോന്നണേ ഇല്ല, ചില ആൾക്കാർ പറയും പഠിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ പഠിക്കാൻ കഴിയണില്ല, എന്നാൽ ചില ആൾക്കാർ പറയും സാർ ഡിസ്ട്രാക്ഷൻ ഉണ്ട്, മൊബൈലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. പിന്നെ ചില ആൾക്കാർ പറയും കുടുംബ പ്രശ്നങ്ങളുണ്ട്, ഇനിയിപ്പോൾ 14 ദിവസമല്ലേ ഉള്ളൂ, ഇനി പഠിച്ചാൽ തീരൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ചിലർക്ക് ടെൻഷൻ, ഇനി ചിലതൊക്കെ പഠിച്ചു പോകും, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു സാറേ, ഫുള്ള് മറന്നു പോവുക, എന്തൊക്കെയൊന്നും ഓർമ്മ കിട്ടുന്നേ ഇല്ല. പിന്നെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ, ഈ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ട്. ഉറക്കം നല്ലോണം ഉറങ്ങി പോവുകയാണ് ഈ സമയത്ത്, എന്താണെന്നറിയില്ല, എക്സാം അടുക്കുമ്പോൾ ഉറക്കം കൂടുന്ന ആൾക്കാരുണ്ട്, പിന്നെ മടിയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് പൊതുവേ നമ്മളെ കുട്ടികൾ പറയുന്ന പ്രശ്നങ്ങൾ അല്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാ നിങ്ങൾ തിരിച്ചറിയണം. സോ ഇതിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത്, എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് താഴെ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട് നാളെ. ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങളുടെ കാരണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കിഡിലൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇനി അതല്ല നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മക്കളെ, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാടാ. സോ ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതിനുള്ള സൊല്യൂഷനും ഒരു ഫൈനൽ സ്റ്റഡി പ്ലാനുമായിട്ട് നാളെ എജുപോർട്ടിന് ലൈവ് ഉണ്ടായിരിക്കും. നാളെ എന്ന് പറയുമ്പോൾ ഡിസംബർ 1 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ഈ ചാനലിൽ ലൈവ് ഉണ്ടാവും. അത് എന്തായാലും നിങ്ങൾ കാണണം, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇനി അടുത്ത കാര്യം, സർ നോ പ്രോബ്ലം, സാർ ലൈവ് ഒക്കെ അവിടെ നിന്നോട്ടെ, ഏതൊരു സ്റ്റഡി പ്ലാൻ ആയിക്കോട്ടെ, നിങ്ങൾ നാളെ എജുപോർട്ട് നടത്തുന്ന ഈ സ്റ്റഡി പ്ലാനിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ഇനി അതല്ല നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോമിലെ സ്റ്റഡി പ്ലാൻ കാണുക, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലെ സ്റ്റഡി പ്ലാൻ കാണുക, നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റഡി പ്ലാനും എൻ്റെ മക്കൾ കാണാൻ പാടുള്ളൂ. അതിലൊന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ ആന മറിക്കാനുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാറാൻ ഒരു താല്പര്യമില്ല. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഇതേ ഹാബിറ്റ് വെച്ച് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒരു കാര്യമില്ല. സോ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ലൈവ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം എൻ്റെ മക്കൾ തീരുമാനിക്കണം, ഞാൻ ഇനി മാറും എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതാണ് ഫസ്റ്റ് പരിപാടി. അല്ലാതെ ഇതേ ഒരു കണ്ടിന്യൂ അല്ലെങ്കിൽ ഇതേ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് വലിയ അട്ടിമറികൾ നടത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സോ സ്റ്റെപ്പ് നമ്പർ 1, ഇനിയുള്ള നാളെയുള്ള എജുപോർട്ടിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കാണുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ ഞങ്ങൾ മാറും എന്ന് സ്വയം തീരുമാനിക്കുക. ഓക്കെ അല്ലേ? ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക. വേണമെങ്കിൽ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് അങ്ങോട്ട് തുടങ്ങിക്കോ, ഒരു പോസിറ്റീവ് വൈബ് ആയിക്കോട്ടെ, ലൈക്ക് അടിച്ച് അങ്ങോട്ട് തുടങ്ങിക്കോ. സോ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, മാറും എന്ന് തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം, സർ ഞങ്ങൾക്ക് വേറൊരാൾ സഹായിച്ചു തരുമോ, അയ്യോ മാഷെ എനിക്ക് ഇന്നൊരു സ്റ്റഡി പ്ലാൻ സാർ ഉണ്ടാക്കി തരുമോ, ഇന്നൊരു സ്റ്റഡി പ്ലാൻ ഇന്ന ആൾ ഉണ്ടാക്കി തരുമോ, ഞാനിത് ആരോടാ ചോദിക്കുക, ചാറ്റ് GPT ജെമിനി ആരോടാ ചോദിക്കുക. എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ ഡിഫറൻസ് ഉണ്ട്. ചില ആൾക്കാർ മദ്രസ പോകുന്ന ആൾക്കാരുണ്ടാവും, മദ്രസ പോകാത്ത ആൾക്കാരുണ്ടാവും, രാവിലെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, നേരത്തെ എണീക്കുന്ന ആൾക്കാർ, അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. സോ എൻ്റെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം തന്നെ വേറൊരാളുടെ സ്റ്റഡി പ്ലാൻ ചോദിക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ സ്വയം നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കണം. അതെങ്ങനെ സാർ ഉണ്ടാക്കുക, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇനിയുള്ള ഏതൊരുത്തൻ്റെ സ്റ്റഡി പ്ലാൻ ആണെന്നുണ്ടെങ്കിലും അത് ഏതൊരു പ്ലാറ്റ്ഫോമിൻ്റെ സ്റ്റഡി പ്ലാൻ ആണെങ്കിലും എൻ്റെ മക്കൾ കാണാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ, നിങ്ങളെ വീക്ക് ഏരിയ ഏതാ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാ എന്ന് നിങ്ങൾ ഇന്നേ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അത് കണ്ടു കഴിഞ്ഞ് ഉടനടി എഴുതണം. ഇത് ഏത് എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, നിങ്ങളെ സ്ട്രോങ് ഏരിയ ഏതാ, നിങ്ങളെ വീക്ക് ഏരിയ ഏതാ എന്ന് ആദ്യം എഴുതി വെക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബുക്ക് എടുത്ത് എഴുതുക. നിങ്ങൾക്ക് ഫിസിക്സിൽ ഈ പാഠങ്ങളാണ് നിങ്ങളുടെ മെയിൻ, നിങ്ങൾക്ക് അറിയുന്ന പാഠങ്ങൾ, അറിയുന്ന പാഠങ്ങൾ വേറെ എഴുതി വെക്കുക, അറിയാത്ത പാഠങ്ങൾ വേറെ എഴുതി വെക്കുക. ഏറ്റവും ഈസി ആയ ചാപ്റ്റർ, ഏറ്റവും ടഫായ ചാപ്റ്റർ, തീരെ അല്ലെങ്കിൽ ഏറെക്കുറെ കുറച്ചൊക്കെ അറിയുന്ന ചാപ്റ്റർ എന്നിങ്ങനെ 3 ലിസ്റ്റുകൾ ഉണ്ടാക്കുക. സിമ്പിൾ ചാപ്റ്റർ, ആവറേജ്, ടഫ്. ഓക്കെ അല്ലേ? ഇങ്ങനെ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണടാ. അല്ലാതെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. സോ ആ പ്ലാനിങ്ങിലാണ് ഞാൻ സഹായിക്കുന്നത്. സോ ഇന്ന് തന്നെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അതൊരു കോംപ്രമൈസും ചെയ്യരുത്. അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടത്, അടുത്ത കാര്യം എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. സോ ആദ്യം നിങ്ങൾക്ക് ഈസി ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എഴുതി വെച്ച്, നിങ്ങൾക്ക് ടഫ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എഴുതി, നിങ്ങൾക്കൊരു മീഡിയം ലെവലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എഴുതി വെച്ച്, ഇനി അടുത്തത് അതല്ലാണ്ട് എൻ്റെ മക്കൾക്ക് എന്താണ് പ്രശ്നം. ചില ആൾക്കാർ പറയും സാർ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് എന്ന് നിങ്ങൾ വ്യക്തമായി എഴുതി വെക്കണം. ഒരു പേപ്പറിൽ എഴുതി വെക്കണം. അതിനാ സാർ എഴുതി വെക്കുന്നത്, എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇരുന്ന് ഇത് എന്താ എൻ്റെ പ്രശ്നം, രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, ഞാനൊരു മടിയനാ, നിങ്ങളെ പറ്റി നിങ്ങളല്ലാണ്ട് പിന്നെ
വേറെ ആരാ എഴുതുക? സോ നിങ്ങൾ ആദ്യം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുക, നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്തോ, ആ എഴുതി വെക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞ ഉടനടി എൻ്റെ മക്കൾക്ക് സ്വമേധയാ ഒരു ബുദ്ധി വരും, ഇതെങ്ങനെ പരിഹരിക്കേണ്ടെന്ന് ഒരു ബുദ്ധി വരും. അല്ലാതെ കണ്ട അപ്പുറത്തോനും ഇപ്പുറത്തോൻ്റെയും ആവശ്യം നിങ്ങൾക്ക് ആദ്യം ഇല്ല. സോ ആദ്യം എൻ്റെ മക്കൾ എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രോബ്ലംസ്, എനിക്ക് ഇന്നതാണ് പ്രശ്നം, മൊബൈലാണ് എൻ്റെ പ്രശ്നം. നിങ്ങൾക്കറിയാലോ, വേറെ ആരെന്താ പറഞ്ഞു നിങ്ങൾ പറയാം ഞാൻ കുറേ നേരം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഇത്ര നേരം ഉണ്ട്. ചില ആൾക്കാർ പറയുന്നത് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കം നല്ലോണം വരുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രശ്നം ഞാൻ നേരത്തെ തന്നതിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പിൻ പോയിന്റ് ചെയ്ത് എഴുതി വെക്കുക. സെറ്റല്ലേ? അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അത് കഴിഞ്ഞ ശേഷം എൻ്റെ പൊന്നു മക്കളൊരു വിഷ് ഉണ്ടാക്കണം, നിങ്ങളൊരു വിഷ് ചെയ്യണം. അതാണ് ചില ആൾക്കാർ പറയും എനിക്ക് മോട്ടിവേഷൻ തരൂ, മോട്ടിവേഷൻ തരൂ. എടാ എപ്പോഴും നിങ്ങൾക്ക് തന്നെ മോട്ടിവേഷൻ ഇങ്ങനെ ഓരോരുത്തർ തരാൻ കുപ്പിയിലുള്ള വേറെ എന്തെങ്കിലും 1, 2 മോട്ടിവേഷൻ, 3 മോട്ടിവേഷൻ. സോ നിങ്ങളൊരു ഇന്റേണലി ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുക. നിങ്ങൾ ആദ്യമേ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഏറ്റവും ലോങ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഏറ്റവും മിനിമം എങ്ങനെ ആലോചിച്ചാൽ മതി. സർ, ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടുന്ന സമയത്ത് ഇതുവരെ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ മാർക്ക് നിങ്ങളെ ചങ്ങന്മാർക്കൊക്കെ അറിയില്ലേ, ഇത്തവണ നിങ്ങൾ ക്ലാസ്സിൽ ഒരു ടോപ്പർ ആവുക. അല്ലെങ്കിൽ എന്താ, ഇത്തവണ പേപ്പർ തരുന്ന സമയത്ത് ആ ടീച്ചർ ഇങ്ങോട്ട് പറയാം, ആഹാ എടാ ദാനിഷേ ഉഷാറായിട്ടുണ്ടല്ലോ, നിനക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ, എടാ നിനക്ക് കഴിഞ്ഞതിനേക്കാൾ മാർക്ക് ഉണ്ടല്ലോ, എന്താ മോനെ പറ്റിയ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഫ്രണ്ടൊക്കെ എന്താ മോനെ പറ്റിയേ, നീ കോപ്പി അടിച്ചോ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് നിങ്ങളെ പാരന്റിൻ്റെ അടുത്ത് നിങ്ങൾ ഈ പേപ്പർ കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് ഡ്രീം ചെയ്യുക. ഞാൻ കൊണ്ട് ഞാൻ അംബാനിയായി, മറ്റേതായി മറിച്ചതായി, ലാൻഡ് റോവർ എടുത്ത് മറ്റേതെടുത്ത് ഡിഫൻഡർ എടുത്ത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഒരു ചെറിയ വിഷ് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? ഒരു ചെറിയ വിഷ് ഉണ്ടാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ വിഷ് ഇങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇങ്ങനെ തരണം. ഓക്കെ, അതിലേക്ക് ഞാൻ എത്തും. സോ ഒരു മേക്ക് എ സ്മോൾ വിഷ്, ഒരു വിഷ് ഉണ്ടാക്കുക. ഇനി അടുത്തൊരു കാര്യം എന്താണ്? അടുത്തൊരു കാര്യം ഇതാണ് പ്രധാനമായിട്ടൊരു കാര്യം. ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇത്രയും കാലങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലേ? ഇനി നിങ്ങൾക്ക് എത്ര നേരം ഉറങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അയ്യോ സാറേ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എങ്ങനെ? ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ. എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കുറച്ച് ഉറക്കം ഒരിത്തിരി കുറച്ച് വിചാരിച്ചിട്ട് നിങ്ങൾ മരിച്ചു പോവുകയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരകമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് 1 മണിക്കൂർ ഉറങ്ങുക, 2 മണിക്കൂർ ഉറങ്ങുക, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ 8 മണിക്കൂർ ഉറങ്ങണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 7 ആക്കി ചുരുക്കാം, വേണമെങ്കിൽ 7:30 ആക്കാം, വേണമെങ്കിൽ 6:30 ആക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എത്ര മണിക്കൂറാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു ഷോർട്ട് ടൈം ആണ്, എക്സാമിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബാക്കിയുള്ളതിനേക്കാൾ 1 മണിക്കൂർ കുറച്ചുറങ്ങി വിചാരിച്ചിട്ട് അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് 4 മണിക്കൂർ മാത്രമേ ഉറങ്ങുള്ളൂ, 2 മണിക്കൂർ മാത്രമേ ഉറങ്ങുള്ളൂ എന്ന് തീരുമാനിക്കരുത്. സോ നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറക്കം വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എനിക്കറിയില്ല. ഇതിൽ ഓരോ അടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ഓരോരുത്തരും നോക്കുക നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറങ്ങണം. ചിലപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ 8 മണിക്കൂർ ഉറങ്ങണം, 9 മണിക്കൂർ ഉറങ്ങണം. അത് നോർമൽ സമയത്ത്. ഈ സമയം നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പോവുക, ഒരാളെ ചലഞ്ച് ചെയ്യാൻ പോവുക. സോ ഈ സമയത്ത് ഒരു ചെറിയ സ്ട്രാറ്റജി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. നോർമൽ ഉള്ളതിനേക്കാൾ ഒരിത്തിരി കുറയ്ക്കണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയാം. സോ നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റേസ് ടൈം ഏതാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ മതി സാറേ, ഒരു 14 + 10 ഒരു മാസത്തിൻ്റെ അടുത്തല്ലേ ഉള്ളൂ, ഒരു മാസത്തിൻ്റെ അടുത്ത് ഞാൻ ഇത്ര മണിക്കൂർ ഉറങ്ങിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ആ 1 മണിക്കൂർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് നിങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾ റേസ് ടൈം പറയാം. എൻ്റെ ഏറ്റവും റേസ് ടൈം ഞാൻ മത്സരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ രാവിലെ ഒരു 5 മണി മുതൽ 7 മണി വരെ എൻ്റെ ഒന്നാമത്തെ സ്ലോട്ട്. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് രാത്രി 7 മണി മുതൽ 10 മണി വരെ. കണ്ടോ? അങ്ങനെ നിങ്ങളുടെ ടൈം സ്ലോട്ട് നിങ്ങൾ എഴുതി വെക്കണം. ആ സമയത്ത് ഏത് സമയത്താണോ നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളത് ആ സമയം എൻ്റെ മക്കൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. അതാണ് നിങ്ങളുടെ റേസ് ടൈം. ഇനി അടുത്ത എന്താടാ, ഇതൊക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും. എങ്ങനെ സാർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക? നിങ്ങളൊരു സെൽഫായിട്ടൊരു സ്റ്റഡി പ്ലാൻ ആദ്യം ഉണ്ടാക്കി വെക്കുക. എങ്ങനെ? നമ്മൾ ആദ്യം എഴുതി വെച്ച ഓർമ്മ ഉണ്ടാക്കുക നിങ്ങളുടെ വീക്കസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ആ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യണടാ, ആദ്യം പഠിക്കണം. ആ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആദ്യം പഠിക്കാനുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ആദ്യം കവർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അതിൽ ഞാൻ പറഞ്ഞ് രാവിലെ നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡസ്റ്റ് ടോപ്പിക്കും രാത്രി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈസിയസ്റ്റ് ടോപ്പിക്കുമാണ് രാത്രിയും രാവിലെ ആയിട്ട് പഠിക്കേണ്ടത്. ആ രീതിയിൽ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ സ്റ്റഡി പ്ലാൻ കഴിഞ്ഞ ശേഷം അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി കിട്ടും. അത് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മറ്റൊരാളുടെ സ്റ്റഡി പ്ലാൻ, നാളെ എജുപോർട്ടിൽ നടക്കാൻ പോകുന്ന കിഡിലൻ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കാണേണ്ടത്. ഇത് കഴിയുമ്പോൾ ഞാൻ നാളത്തെ സ്റ്റഡി പ്ലാനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. അതും കൂടി നോക്കിയിട്ട് നമ്മളൊരു ഫൈനൽ ഡ്രാഫ്റ്റ് അങ്ങോട്ട് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഉറപ്പായിട്ടും പൊന്നു മക്കളെ നിങ്ങൾക്ക് A+ കിട്ടും. ഇനിയുള്ള ദിവസങ്ങളിൽ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, മാറാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ കിട്ടും. ഓക്കെ അല്ലേ? പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, അത്ര വലിയ ടഫ് ഒന്നുമല്ല. സോ ഇതുവരെ നിങ്ങൾ ദുരന്തമാണോ, എൻ്റെ മക്കൾ പേടിക്കേ വേണ്ട. ഞാൻ പറഞ്ഞ മാതിരി ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യുക. എന്നിട്ട് ഈ ഡിസംബർ 1-ാം തീയതി നടക്കുന്ന ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക.
ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നമ്മൾ പൊളിച്ചെടുക്കടാ. ഇനി ഒരു കാര്യം കൂടി, താഴെ കമന്റ് ബോക്സിൽ എജുപോർട്ടിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമതൊരു കമന്റ് ഉണ്ടാവും, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിന് പുറമെ എജുപോർട്ടിന്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്, അവിടെ നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ടൊക്കെ അതിൽ അയച്ചു തരും. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എജുപോർട്ടിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും, എജുപോർട്ടിന്റെ ഒരു ചാനൽ ഉണ്ടാവും. അതും കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യുക. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ഗൈസ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നാളത്തെ സ്റ്റഡി പ്ലാനിലേക്ക് വരിക, നമ്മൾ പൊളിക്കും. സോ ഗൈസ്, താഴെ എന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ, ഇത് നാളെ സാർ പരിഹരിച്ചു തരണം എന്നുള്ള കാര്യങ്ങൾ കൂടി താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഗൈസ്, സ്റ്റഡി പ്ലാനിൽ കാണാം. ബൈ.